ഇനി ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കപ്പെട്ടതിനു ശേഷവും സർക്കാരിനെ വിമർശിച്ച് കെ അഷ്റഫ് വന്ദേ മാതര സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടു. വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ അഷ്റഫിന് എൻ ഷംസുദ്ദീന്റെ ഓഫീസ് സ്റ്റാഫായാണ് നിയമനം നൽകിയത്. നിയമനത്തിന് യോഗ്യതയാണ് മാനദണ്ഡമെന്ന് എൻ ഷംസുദ്ദീൻ പ്രതികരിച്ചിരുന്നു. കെ അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, മന്ത്രിയുടെ ഒരു വിശദീകരണം അതെത്രത്തോളം നിലനിൽക്കുന്നതാണ്? അത് മുന്നണിക്കകത്ത് തന്നെ ഉള്ളവർക്ക് എത്രത്തോളം ബോധ്യപ്പെടുന്നുണ്ട്? കാരണം നമുക്കറിയാമല്ലോ ഈ വിവാദം അതിൽ മുന്നണിക്കകത്ത് വലിയ ചർച്ചയാണ്. അതിനൊപ്പം തന്നെ അഷ്റഫ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് തുടരുന്നു അല്ലേ? തീർച്ചയായിട്ടും എൻ ഷംസുദ്ദീന്റെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് റഹീസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പെട്ട കാര്യങ്ങൾ, അതായത് യോഗ്യതയുണ്ട് എന്ന് തന്നെയാണ്. കാരണം ആ യോഗ്യതയുണ്ട്. കാരണം UDFന്റെ വിജയത്തിൽ വലിയ തരത്തിൽ ഇടപെടലുകൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടിയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും എന്നുള്ള കാര്യം അവർ പരക്കെ പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ഭരണത്തിൽ തങ്ങൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന നിയമനങ്ങളൊക്കെ ലഭിക്കുമെന്ന് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ലഭിക്കുമെന്ന് അവർ നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള നിയമനം രാഷ്ട്രീയമായുള്ള നിയമനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഭരണം വരുന്ന ഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നിയമനം നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹം സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതായത് ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട സർക്കുലർ പിൻവലിക്കണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ നിരന്തരം ആവശ്യപ്പെടുന്ന അതേ ആവശ്യമാണ് മന്ത്രിയുടെ സ്റ്റാഫ് എന്ന നിലയിലേക്ക് എത്തുമ്പോൾ പോലും അദ്ദേഹം ഉന്നയിക്കുന്നതെന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ വാർത്തയായി മാറുകയും ചെയ്യുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും നേരത്തെ UDF നേതൃത്വത്തോട് തന്നെ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതായത് നിയമനം, തങ്ങൾക്ക് സ്റ്റാഫിന്റെ നിയമനത്തിൽ തങ്ങൾക്ക് അർഹമായ പങ്കാളിത്തം വേണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ അവർ പരസ്യമായിട്ടില്ലെങ്കിലും രഹസ്യമായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിയമനം വന്നിരിക്കുന്നത്. പക്ഷേ ആ നിയമനത്തിന് ശേഷവും ഇത്തരത്തിൽ പരസ്യമായ പ്രതികരണം, അതായത് സർക്കാരിനെതിരെ തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഗൗരവമുള്ള വിഷയവും. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.